ഒരു പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ 1000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലം കിട്ടുന്ന ഒരു അത്ഭുത സ്വലാത്തിനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഒരുപാട് വഴികൾ ഉലമാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേറ്റവും ലഘുവായ വഴിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഈ സ്വലാത്ത് കിടക്കുന്ന സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് മുത്തുനബിയെ കാണാം. ഏതാണ് ആ സ്വലാത്ത്? സ്വലാത്തുകളിൽ വെച്ച് പവർഫുള്ളായിട്ടുള്ള സ്വലാത്താണ്. ഒരുപാട് സ്വലാത്ത് നമുക്കറിയാം, എണ്ണിയാലൊടുങ്ങാത്ത സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്തുകളിൽ വെച്ച് മഹാന്മാർ പരിചയപ്പെടുത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമുള്ള സ്വലാത്ത് അതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ആരൊക്കെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ അല്ലാഹു നമ്മുടെയും അവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും അല്ലാഹു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പവിത്രതകൾ ഏറെ നിറഞ്ഞ ശഅബാൻ മാസം ഇതാ നമ്മളോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. ഒരുപാട് പ്രത്യേകതകളിൽ ഏറ്റവും വലുത് സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്നതാണ്. ഒരു മനുഷ്യൻ സ്വലാത്ത് എത്രമാത്രം വർദ്ധിപ്പിക്കുന്നുവോ അവനിക്ക് കിട്ടുന്ന അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അത് എണ്ണിയാൽ ഒടുങ്ങുകയില്ല. ശഅബാനിൻ്റെ അവസാനത്തെ ഇനി വരുന്ന ശനിയും ഞായറും തിങ്കളും എല്ലാ ദിവസവും ഈ ശഅബാൻ വിട പറഞ്ഞു പോകുന്ന ആ ഒരു ടൈം വരെ, അതല്ലാത്ത സമയത്തും നമുക്കൊരുപാട് വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരുപാട് ശ്രേഷ്ഠതകൾ ഏറെ നിറഞ്ഞ ഒരു വലിയ അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്താണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അവസാനം വരെ കാണുക. ഒരുപാട് ഉപ്പമാര് ഉസ്താദേ, ഞങ്ങൾക്ക് ഒരുപാട് സ്വലാത്ത് അറിയാം. ഇബ്രാഹിമിയ സ്വലാത്തുണ്ട്, സ്വലാത്തു താജുണ്ട്, സ്വലാത്തുൽ കൻസുണ്ട്, അങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ, സ്വലാത്തു തിബുണ്ട്, അങ്ങനെ എണ്ണമറ്റ സ്വലാത്തുകളുണ്ട്. ഇതിൽ ഏത് സ്വലാത്താണ് പവർഫുൾ ആയിട്ടുള്ളത്? ഏത് സ്വലാത്താണ് ചൊല്ലൽ നല്ലത്? ഏത് സ്വലാത്ത് ചൊല്ലിയാലാണ് കൂടുതൽ പ്രതിഫലം കിട്ടുക എന്ന് ഒരുപാട് പേര് കമൻ്റായി ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടിയായി ഒന്നും പറയാനില്ല. കാരണം എല്ലാ സ്വലാത്തും പവർഫുള്ളാണ്, എല്ലാ സ്വലാത്തിനും വലിയ പ്രതിഫലമാണ്. എന്നാലും ഉലമാക്കൾ ഈ സ്വലാത്തിന് പ്രത്യേകത ഉണ്ട് എന്ന് പരിചയപ്പെടുത്തിയ, എന്ന് പറഞ്ഞ ഒരു സ്വലാത്തിനെ പറ്റിയാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. അത് നിങ്ങൾക്കറിയാമായിരിക്കും ഒരുപക്ഷെ. സ്വലാത്തുൽ ഫാത്തിഹ എന്നാണ് ആ സ്വലാത്തിൻ്റെ പേര്. മഹാനായ സയ്യിദ് അലവി അൽ മാലിക്കി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ, മക്കയിൽ ഒരുപാട് വർഷം ദർസ് നടത്തിയ പണ്ഡിതനാണ്. ഇന്ന് കേരളത്തിലടക്കം ലോകത്തിലെ പല ഉലമാക്കളുടെയും പല പണ്ഡിതന്മാരുടെയും പ്രധാനപ്പെട്ട ഗുരുവാണ് മഹാനവറുകൾ. ആ മഹാനവറുകൾ തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ പ്രത്യേകത എന്താണ്, സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണ്. മഹാനവറുകൾ പറയുകയാണ്, ഈ ഒരു സ്വലാത്തുൽ ഫാത്തിഹ് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 1000 സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ് അള്ളാഹു അവനിക്ക് നൽകുന്നത്. മാത്രമല്ല, നരകശിക്ഷയിൽ നിന്നും നീ നിർഭയനായിരിക്കുന്നു എന്ന് മരണസമയത്ത് അവനെ അറിയിക്കപ്പെടുമെന്നും മഹാനായ സയ്യിദ് അലവി മാലിക്കി മക്ക അദ്ദേഹം അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ 100 പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുകയാണെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ മറകൾ അള്ളാഹു മാറ്റുമെന്നാണ്. അതായത് എപ്പോഴും ഹൃദയത്തിൻ്റെ വിശാലത കൊണ്ട്, എപ്പോഴും ഹൃദയത്തിൽ കരുണയും ഒരു അനുകമ്പയും മറ്റുള്ളവരോട് ഉണ്ടാകും, ഒരു നൈർമല്യ ഹൃദയമുള്ളവനായി മാറും എന്നും മഹാനായ സയ്യിദ് അലവി മാലിക്കി തങ്ങളവറുകൾ പറയുകയാണ്. മാത്രമല്ല, 10,000 പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ സ്വലാത്തുൽ ഫാത്തിഹ ഓതുന്നുവെങ്കിൽ, വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആണ് അവൻ ഈ സ്വലാത്ത് പാരായണം ചെയ്യുന്നതെങ്കിൽ മസ്റ്റായി, ഉറപ്പായി ആദരവായ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുമെന്നും മഹാനവറുകൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. നമുക്കൊന്ന് പരിശോധിക്കാം, സ്വലാത്തുൽ ഫാത്തിഹ എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, അതെങ്ങനെയാണ് പാരായണം ചെയ്യുക. സ്ക്രീനിൽ ആ സ്വലാത്ത് കൊടുക്കാം. എൻ്റെ ഉമ്മമാരും ഉപ്പമാരും അറിയാവുന്നവരുണ്ടാകും, ഇനി അറിയാത്തവരെ കാണാതെ പഠിച്ചാൽ ഒരുപാട് പ്രതിഫലമാണ്. ഇല്ലെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾ കണ്ട് നോക്കി പാരായണം ചെയ്യുക. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഇതാണ് ആ സ്വലാത്ത്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതമി ലിമാ സബക
നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വബിഖ്ദാരിഹിൽ അളീം. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ എളുപ്പത്തിൽ നമുക്ക് മനഃപ്പാഠമാക്കാൻ പറ്റുന്ന ഒരു സ്വലാത്താണ്. ഇനി അതിൻ്റെ അർത്ഥം എന്താണ് നമുക്ക് നോക്കാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതമി ലിമാ സബക നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, അല്ലാഹുവേ ആദരവായ റസൂലുള്ളാഹി തങ്ങൾക്ക് നീ ഒരുപാട് ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ. പിന്നെയോ എങ്ങനെ? ഇനി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങളാണ്. എങ്ങനെയുള്ള നബിയാണ്? അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക, അടക്കപ്പെട്ട ഒന്നിനെ തുറന്നു തരുന്ന നബിയാണ്. പിന്നെയോ വൽ ഖാതമി ലിമാ സബക, കഴിഞ്ഞുപോയ ഒന്നിനെ പൂർത്തീകരിക്കുന്ന നബിയാണ്. പിന്നെയോ നാസിറിൽ ഹഖ് ബിൽ ഹഖ്, ഹക്ക് കൊണ്ട്, സത്യത്തെ കൊണ്ട് സത്യത്തെ സഹായിക്കുന്ന നബിയാണ്. പിന്നെയോ വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം, ചൊവ്വായ നേരായ നല്ല പാതയിലേക്ക്, നല്ല മാർഗത്തിലേക്ക് നയിക്കുന്ന, ജനങ്ങളെ നയിക്കുന്ന നബിയാണ്. പിന്നെയോ വഅലാ ആലിഹി, നബിക്ക് മാത്രമല്ല ആ നബിയുടെ കുടുംബത്തിനും, വഅലാ ആലിഹി അവിടുത്തെ കുടുംബ പരമ്പരകൾ ആരെല്ലാമുണ്ടോ അവർക്കും അല്ലാഹുവേ നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ. പിന്നെയോ ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം, നിന്റെ മഹത്തായ അളവിൻ്റെയും വലിപ്പത്തിൻ്റെയും അർഹതക്കനുസരിച്ച് അല്ലാഹുവേ മുത്തുനബിക്കും അവിടുത്തെ കുടുംബത്തിനും നീ ഒരുപാട് നന്മകൾ ചൊരിയണേ എന്നാണ് ഈ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ അർത്ഥം. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതമി ലിമാ സബക നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. ചെറിയൊരു, നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ മനഃപ്പാഠമാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ്. ചെറിയ സ്വലാത്താണെങ്കിലും ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു സ്വലാത്താണ്. അതുകൊണ്ട് ഈ സ്വലാത്ത് നമ്മൾ പഠിക്കുക, നമ്മുടെ മക്കളെ കൊണ്ട് പഠിപ്പിക്കുക. നിങ്ങൾ സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. ഇനി കാണാതെ പഠിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കണ്ടു തന്നെ ഓതിയാലും മതി. പേപ്പറിൽ എഴുതിയെടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈലിൽ സ്ക്രീൻഷോട്ട് എടുത്തോ, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് പാരായണം ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെ പാരായണം? കണ്ടു പറഞ്ഞാലും കാണാതെ പറഞ്ഞാലും വലിയ പ്രതിഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആ മുത്തുനബിയെ സ്വർഗത്തിൽ വെച്ച് കൂടെ കൂട്ടുവാൻ അല്ലാഹു നമുക്ക് വലിയ തൗഫീക്ക് നൽകുമാറാവട്ടെ. അതിനെന്ത് ചെയ്യണം? സ്വർഗത്തിൽ കൂട്ടുകാരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ പറയുക, ഒരുപാട് നബിയെ പിൻപറ്റുക, നബിയെ സ്നേഹിക്കുക. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. പല ആളുകളും സ്വലാത്ത് ചൊല്ലുന്ന വീഡിയോ ഒക്കെ കാണും. ചിലപ്പോൾ സ്വലാത്ത് എഴുതി വെക്കും, സ്ക്രീൻഷോട്ട് എടുത്തു വെക്കും, ഇതൊക്കെ മനഃപ്പാഠമാക്കി വെക്കും. പക്ഷെ ചൊല്ലൽ പിന്നെയാവട്ടെ, കുറച്ച് കഴിയട്ടെ, ജോലി തിരക്ക് കഴിയട്ടെ, അങ്ങനെയൊക്കെ പിന്തിപ്പിച്ച് വെച്ച് പിന്നെ അവസാനം ചൊല്ലലുണ്ടാവില്ല. ഇപ്പം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും, നിങ്ങൾക്ക് വുളു ഉണ്ടാവട്ടെ, വുളു ഇല്ലാതിരിക്കട്ടെ, വലിയ വിശുദ്ധിയാവട്ടെ, ചെറിയ വിശുദ്ധിയാവട്ടെ, എന്താണെങ്കിലും കുഴപ്പമില്ല. ജോലി ചെയ്യുന്നവരാവട്ടെ, ജോലി ചെയ്യാത്തവരാവട്ടെ, എന്ത് ജോലി തിരക്കാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ തന്നെ ഒരു 10 പ്രാവശ്യം നമുക്ക് ഈ സ്വലാത്ത് ഒന്നിച്ചു ചൊല്ലാം. ബിസ്മില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതമി ലിമാ സബക നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതമി ലിമാ സബക നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره وبقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره وبقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره وبقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره وبقداره العظيم.
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره وبقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره وبقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره وبقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره وبقداره العظيم. ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ പറയുക, ഒരുപാട് നബിയെ പിൻപറ്റുക, നബിയെ സ്നേഹിക്കുക. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് പേര് കമൻ്റായി ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ്, പ്രയാസങ്ങൾ പറഞ്ഞ്, സങ്കടങ്ങൾ പറഞ്ഞ്, ഒരുപാട് ഏതൊക്കെയെന്ന് നമുക്ക് എടുത്തെടുത്ത് പറയാൻ സാധിക്കില്ല. ഒരുപാട് പേരാണ് ദുആ വസിയ്യത്ത് പലവിധ രോഗങ്ങൾ പറഞ്ഞ്, പ്രയാസങ്ങൾ പറഞ്ഞ്, ഗൾഫിലുള്ള ഭർത്താവ് നാട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റാതെ ഒരുപാട് പ്രയാസത്തിലാണ്. എളുപ്പത്തിൽ നാട്ടിലേക്ക് വരുവാനും നാട്ടിൽ തന്നെ നല്ലൊരു ഹൈറായ ജോലി കിട്ടാനും ഒരു സഹോദരി ദുആ വസിയ്യത്ത് നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് വേണ്ടി തലയിൽ ബ്രെയിൻ ട്യൂമറായി ഒരു സഹോദരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. ഓപ്പറേഷൻ അടുത്ത് നടക്കാനിരിക്കുന്നു. പ്രത്യേകം ദുആ വസിയ്യത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആരൊക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തോ, എന്തൊക്കെ ആവശ്യങ്ങൾ പറഞ്ഞോ, അല്ലാഹു തആല അവരുടെ എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും മാരകവും അല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളും അല്ലാഹു തആല ശിഫയാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന, ഒരുപാട് കേസുകളിൽ അകപ്പെട്ടിരിക്കുന്ന സഹോദരന്മാരുണ്ട്. അതുപോലെ തന്നെ വീടില്ലാത്തവർ, ജോലിയില്ലാത്തവർ, വാഹനമില്ലാത്തവർ, നല്ല ഹൈറായ ഇണയെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും ഹാസിലാക്കുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ, ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ വസിയ്യത്ത് നടത്തിയിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. മാരകവുമല്ലാത്തതുമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും കാക്കണേ അല്ലാഹ്. ക്യാൻസർ വരുന്നതിനെ തൊട്ട്, ബ്രെയിൻ ട്യൂമർ വരുന്നതിനെ തൊട്ട്, അല്ലാതെ ചെറുതും വലുതുമായി തലവേദന, പനി, അതുപോലെ ജലദോഷം, കൊളസ്ട്രോൾ, ഷുഗർ, പ്രഷർ, അതുപോലെ തന്നെ കിഡ്നിക്ക് പ്രോബ്ലം, കരളിന് പ്രോബ്ലം, അങ്ങനെ ഒരുപാട് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ആരെല്ലാം ദുആ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ടോ, കമൻറ്റുകൾ രേഖപ്പെടുത്തിയോ, എല്ലാവർക്കും നീ എല്ലാവിധ ശിഫാവും കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. അല്ലാഹുവെ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഒരുപാട് നന്മകൾ നൽകണേ അല്ലാ. ദുന്യാവും ആഖിറവും നീ വിജയിപ്പിക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് നീ വീട് കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട്, ഖൈറായ ഇണകളെ നീ അടുപ്പിച്ച് നൽകണേ റഹ്മാനെ. ജോലിയില്ലാത്തവരുണ്ട്, ജോലി കൊടുക്കണേ അല്ലാ. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവരുണ്ട്. എല്ലാ പ്രവാസികൾക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ കുടുംബങ്ങളിൽ നീ സമാധാനവും സ്വസ്ഥതയും കൊടുക്കണേ അല്ലാ. റഹ്മാനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുകയും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കുകയും ചെയ്യണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ മക്കളൊക്കെ പരീക്ഷ എഴുതുകയാണ്, ഉന്നതമായ വിജയം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് സ്ഥലത്ത് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. തുർക്കി, സിറിയ പോലെ ഞങ്ങളുടെ രാജ്യത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് സ്ഥലത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. എല്ലാവർക്കും നീ സമാധാനവും ക്ഷമയും പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഭാര്യ, സന്താനങ്ങൾ, ഭർത്താക്കന്മാർക്ക് ഖൈർ കൊടുക്കണേ
കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പരിശുദ്ധമായ റമളാൻ കടന്നു വരികയാണ്. അതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. കഴിഞ്ഞുപോയ റജബ്, നിലനിൽക്കുന്ന ശഅബാൻ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, മരിക്കുന്നത് എപ്പോഴാണെന്നറിയില്ല. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താക്കണേ അല്ലാ. കടങ്ങൾ മാറ്റണേ അല്ലാ. ദാരിദ്ര്യത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ നന്മകളും നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ എന്തെല്ലാം ഖൈറായ നന്മകൾ ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടോ, അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവർ, അത് അനുസരിച്ച് ജീവിതത്തിൽ അമലുകൾ ചെയ്യുന്നവർ എല്ലാവർക്കും നീ സ്വർഗ്ഗം നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. ഈ വീഡിയോ നിങ്ങൾ കാണുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം നമ്മളിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ വലിയൊരു പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. ഒരാൾ ഇത് കണ്ട് ഒരമൽ ചെയ്താൽ, ഈ സ്വലാത്തുൽ ഫാത്തിഹ അറിയാത്ത ഒരാൾ ഈ വീഡിയോ കണ്ട് നമ്മൾ മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ആ വീഡിയോ കണ്ട് ഇവൻ ഈ സ്വലാത്തുൽ ഫാത്തിഹ പഠിച്ച് അവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആ എത്തിച്ചു കൊടുത്ത നിങ്ങൾക്കും പ്രതിഫലമാണ്, പറഞ്ഞ നമുക്കും പ്രതിഫലമാണ്. അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന, അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന 15 കറാഹത്തുകളുണ്ട്. എന്താണ് കറാഹത്ത്? ആ കറാഹത്തുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ചെയ്താൽ നിസ്കാരം ബാത്തിലാകുമോ? തുടങ്ങി നിസ്കാരത്തിൽ ചെയ്തു പോകുന്ന കറാഹത്തുകളുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിസ്കാരത്തിൽ സംഭവിച്ചു പോകുന്ന, അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യുന്ന 15 കറാഹത്തുകൾ, അതെങ്ങനെ ഒഴിവാക്കാം, ആ കറാഹത്തുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി ആ വീഡിയോയിലൂടെ കേൾക്കാം. അത് കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക.